കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു ദിലീപ് കേസിന്റെ വിധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിധിയുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തിറങ്ങിയ പല അഭിഭാഷകരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ഭയങ്കര ഇൻജസ്റ്റിസ് ആയി പോയി, അങ്ങനെ ഒന്നും തൊടാത്ത കുറേയധികം വാദങ്ങൾ കിട്ടും. ഇപ്പൊ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഒരു ഊമക്കത്ത് കിട്ടിയിരിക്കുകയാണ്. അതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു ആ ഊമക്കത്തിലെ വിശദാംശം? ഈ ഊമക്കത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിട്ടാണ് വന്നത്. ഈ ഊമക്കത്തിന്റെ പേരിൽ കേസ് എടുക്കണമെന്നാണ് അഭിഭാഷക സംഘടനകളെല്ലാം പറയുന്നത്. ആ ഊമക്കത്തിനകത്തുള്ളത് ജസ്റ്റിസ് ഹണിയം വർഗീസ്, അതായത് ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ വക്കീലുണ്ടല്ലോ, അല്ലെങ്കിൽ ജഡ്ജ്. അപ്പൊ ആ ജഡ്ജ് ചില കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ സുഹൃത്തായിട്ടുള്ള ഷേർലി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഈ രേഖ എഴുതിയത്, അല്ലെങ്കിൽ ഈ വിധിപ്പകർപ്പ് എഴുതിയതും. എന്നിട്ട് ഈ വിധിപ്പകർപ്പ് ദിലീപിന്റെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള വ്യവസായി ആയിട്ടുള്ള ശ്യാം എന്ന് പറയുന്ന ഒരാൾക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിധിപ്പകർപ്പ് ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് ഒരു സെറ്റിൽമെന്റ് ചെയ്തതിനു ശേഷമാണ് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള വളരെ വലിയ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഒരു ഊമക്കത്തിലാണ്, ഇന്ത്യൻ പൗരൻ അയച്ചൊരു ഊമക്കത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അഭിഭാഷകരെല്ലാ സംഘടനകളെല്ലാം കൂടെ ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ, ഈ കത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഭിഭാഷക സംഘടനകൾക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ടായേക്കാം. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദിലീപ് കേസ് നടക്കുന്ന സമയത്ത് ഈ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇത് എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്നാണ് ഇവർക്ക് കൃത്യമായിട്ട് ഹൈക്കോടതിയിലെ മുതിർന്ന വക്കീലന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായതുകൊണ്ട് ഇവരുമായി ചേർന്നിട്ടാണ് ഈ സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതി അറിയാതെ അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളൊരു കാര്യം അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിക്ക് പൂർണ്ണ വിഷയമുള്ള കാര്യമാണ്. അപ്പം അതെ, കോടതിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം അതിനകത്തിലുണ്ട്. അവർ അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്കും ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് പല തലങ്ങളിലാണ് പലതരത്തിലാണ് അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ അന്ന് ആ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന അഭിഭാഷകർ പറയുന്നത് ഓൾറെഡി ഇത് എഴുതി തയ്യാറാക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ വിധി വായിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഉയർന്നു കേട്ട ഒരു കാര്യമായിരുന്നു, ജഡ്ജി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ദിലീപിനെ കണ്ടപ്പോൾ. അതേപോലെ തന്നെ അത്തരം ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് നേരിട്ട് കണ്ട ഒരാൾ വന്ന് പുറത്തേക്ക് പറയുന്നു, ഇത് എല്ലാം ഒത്താശയുടെ പുറത്ത് ചെയ്തിരിക്കുന്നതാണ്, ദിലീപാണ് അവിടുത്തെ മെയിൻ ആള്, അല്ലെങ്കിൽ ഈ പറയുന്ന കോടതി അല്ലെങ്കിൽ അത്തരം നിയമങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അതിൽ രണ്ടഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായം എന്ന് പറയുമ്പോൾ, അപ്പോ ചിലർ പറയുന്നത് ജഡ്ജി ലേറ്റായിട്ടാണ് വരുന്നത്, ലേറ്റായിട്ട് വരുമ്പോൾ ജഡ്ജി എണ്ണീറ്റ് നിന്ന് രണ്ട് ഭാഗത്തുള്ള ആളുകളെയും തൊഴുത് കാണിക്കും, അങ്ങനെയുള്ള കുറച്ച് നടപടിക്രമങ്ങൾ കോടതിയിലുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ നമുക്കത് നേരിട്ട് കാണാത്തതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. വന്ന് കണ്ടിട്ടുള്ള ചില ആളുകൾക്ക് രണ്ടഭിപ്രായത്തിലാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അഭിഭാഷകർ പൊതുവെ പറയുന്ന ഒരു കാര്യം, ദിലീപ് കേസിനകത്തിൽ ദിലീപ് പ്രതിക്കാണ് കൂടുതൽ ആ ഒരു പറയുന്ന രീതിയിൽ നിയമസഹായം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു ഹോൾഡ് അല്ലെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടായിരുന്നത്. കിട്ടിയിട്ടുണ്ട് എന്നാണ് കൃത്യമായിട്ട് അഭിഭാഷകരാണെങ്കിലും ഈ കേസുമായി മുന്നിട്ടിറങ്ങിയ എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ആദ്യ തവണ ഈ കേസ് എഴുതി തള്ളിയതാണ്. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകത്തില്ല. എഴുതി തള്ളിയൊരു കേസ് ദിലീപിനെ 2 കൊല്ലം ജയിലിലിടുന്ന ഒരു സാഹചര്യത്തിലേക്കും ബാക്കി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിലേക്കും പോയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ എന്തൊക്കെയുണ്ട്. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും ഇതിനെ എഴുതി തള്ളാനും ഇതിനെ ഇല്ലാതാക്കാനും ഒക്കെ നോക്കിയതാണ്. പക്ഷെ അതിനൊക്കെ ഈ ഒരു ഉമകത്തിന്റെ ഒരു പ്രകാരം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് ഇത്തരം ഒരു കത്ത് വരുന്നതും. ഈ പറയുന്ന വിധി നേരത്തെ ദിലീപ് കണ്ടിരുന്നു, ദിലീപ് ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ എന്നുവെച്ചാൽ ഈ പറയുന്ന നിയമപീഠത്തിനെതിരെ ആണ് ഇത്തരത്തിലൊരു വിരൽ ചൂണ്ടിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ജഡ്ജ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ജഡ്ജിനെ കുറ്റം പറയുന്നതിനെക്കാളും ആ ജഡ്ജ്മെന്റിനെ നമുക്ക് കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരിക്കലും നിയമത്തെയോ നിയമപീഠത്തെയോ നോക്കി അതിനെ കുറ്റം പറയാനുള്ള ഒരു അവകാശം നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് തന്നിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 10-23 സാക്ഷികൾ മൊഴി മാറ്റി പറയുമ്പോൾ ഇതിലൊരു അസ്വാഭാവികത ഇവിടുത്തെ ജഡ്ജിക്ക് തോന്നിയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം അസ്വാഭാവിക തോന്നിയിട്ട് കാര്യമില്ല. കൃത്യമായി അവിടെ വരുന്ന സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നതിന്റെ അപ്പുറത്തേക്കും അവർ മൊഴി മാറ്റിയാൽ ആ മാറ്റിയ മൊഴിയോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ എനിക്ക് അസ്വാഭാവിക കണ്ടെത്താൻ തോന്നുന്നുണ്ട് ഒന്നോ രണ്ടോ സാക്ഷികൾ മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, അത് അവരുടെ അന്ന് അവർ ചിന്തിച്ചിരുന്ന ശൈലി വ്യത്യാസമാണ്, അല്ലെങ്കിൽ അവരുടെ ചിന്താ രീതി വ്യത്യാസമായതുകൊണ്ടാണെന്ന് പറയാം.
10-23 സാക്ഷികൾ മൊഴി മാറ്റി പറയുമ്പോൾ അത്രയും 24 സാക്ഷികൾ മൊഴി മാറ്റി പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഈ പറയുന്ന രീതിയിൽ ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജാമ്യാപേക്ഷ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് വാദിയുടെ പ്രകാരം അല്ലെങ്കിൽ ആ രീതിയിൽ ഉന്നയിച്ചൊരു കാര്യമായിരുന്നു. തെളിവ് നശിക്കപ്പെടും, അതേപോലെ സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ഈ പറയുന്ന കോടതിക്കാണെങ്കിലും എല്ലാവർക്കും പൂർണ്ണമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇയാളെ പിടിച്ചകത്തിടാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയുടെ മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രകാരം അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കാമെന്ന രീതിയിൽ അയാളെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ജയിലിൽ ഇടണമെങ്കിൽ അത്ര തെളിവുകളോടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തെളിവുകൾ ഹാജരാക്കപ്പെടാതിരുന്ന സാഹചര്യത്തിലാണ് ദിലീപിനെ പുറത്തേക്ക് വിടുന്നത്. അന്ന് ഈ പറയുന്ന പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്ര വർഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇയാൾ പോയി കുറ്റസമ്മതം നടത്തി അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നശിക്കപ്പെടാനും ബാക്കിയുള്ളവരെ സ്വാധീനിക്കാനുമുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഈ പറയുന്ന 8 വർഷം എന്ന് പറയുന്നത്. 8 വർഷത്തിനകത്തിൽ ബാക്കിയുള്ള എത്രത്തോളം അന്ന് ഈ പറയുന്ന രീതിയിൽ ലോക്നാഥ് ബെഹ്റയിലേക്കായിരുന്നു ആ ഒരു കേസ് എത്തിയെന്ന് പറയുന്നുണ്ട്. ലോക്കൽ പോലീസിന് അന്വേഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ അധികം നേരം ഒന്നും പരാതി പോവാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാണോ ഫെബ്രുവരി 17 ഈ സംഭവം സംഭവിച്ചത് അന്ന് തന്നെ ഈ പോലീസിന്റെ അടുത്തേക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും പല തെളിവുകളും ഈ ബേസിക് ആയിട്ട് കളക്ട് ചെയ്യേണ്ട തെളിവുകൾ പോലും അന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ കേസിന് സെൻസേഷണൽ ആവുന്നതിന് മുമ്പ് തന്നെ തെളിവുകൾ നശിക്കപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പൾസർ സുനി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ആണെന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കുറെ വാഗ്വാദങ്ങളുണ്ട്. ഇതിനകത്തിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇപ്പൊ ഈ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങേർക്ക് ഇത്രത്തോളം ഈ പണം കൊടുത്ത ആളോട് ഒരു കൂറുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് ഞാൻ അന്ന് ആ പറഞ്ഞത് അല്ലെങ്കിൽ അന്ന് ആ സ്ത്രീയുടെ പേര് പറഞ്ഞത് വെറുതെ ആയിരുന്നു. അപ്പൊ വീണ്ടും ദിലീപിലേക്ക് അത് നെളിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാക്കുന്നത് എന്തിനാണ്? ചിലപ്പോൾ ഈ ഒരു ഊമക്കത്ത് അന്ന് കേട്ടൊരു കാര്യമാണ്, ദിലീപ് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള കാര്യം, ദിലീപിനെ പൂട്ടണം എന്ന രീതിയിൽ അത് കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഈ ഒരു ഊമക്കത്തിന് പിന്നിലും കാരണം ദിലീപിനെ എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ട് കുറച്ചുപേര് ശ്രമിക്കുന്നുണ്ട്. ദിലീപ് ആകണം, പലരും പറഞ്ഞൊരു കാര്യമാണ്, 6 പേർക്ക് ശിക്ഷ കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവാളിയാകണം അല്ലെങ്കിൽ ദിലീപിനെ കൊണ്ട് ജയിലിൽ ഇടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ദിലീപിനെതിരെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിനോട് ഇവിടെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്തിൽ പലരും സംസാരിക്കുന്നത് ഈ പറയുന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ്. ദിലീപിനോട് വ്യക്തിപരമായി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇയാളോടൊപ്പം നിൽക്കുന്നതും ഇനി ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ആ ഒരു തലത്തിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ഈ നാൾ വഴികൾ ഇത്രയും അധികം തെളിവുകൾ ഒരാൾ നശിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന സാക്ഷികളെ പോയി സ്വാധീനിക്കേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന തെളിവുകൾ എനിക്ക് പോയി നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ചിലപ്പോൾ ഈ ഒരു ഊമക്കത്ത് ദിലീപ് തന്നെ എഴുതിയതുമായിരിക്കാം. ഇനി പറയുന്ന കാരണം നമ്മൾ ഈ അടുത്തെടുക്കാണ് കണ്ടത് സർക്കാർ അതിജീവിതക്കൊപ്പമാണ്, ഇനി അങ്ങ് സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ പറയുന്ന കോടതികളിൽ വാദിക്ക് കൃത്യമായി നല്ലൊരു അഭിഭാഷകർ ഉണ്ടായിരുന്നില്ല. പക്ഷെ സുപ്രീം കോടതിയിൽ ചെല്ലുന്ന സമയത്ത് അങ്ങനെ ആവില്ല, നല്ല ശക്തരായിട്ടുള്ള അഭിഭാഷകർ തന്നെയായിരിക്കും ഈ പറയുന്ന വാദിക്കൊപ്പം ഉണ്ടാവുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഊമക്കത്തുകളൊക്കെ ദിലീപേട്ടൻ ഫാൻസ് തന്നെ ഇടുന്നതാണോ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇനി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണിയം വർഗീസിനെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്നാണോ വിശ്വസിക്കുന്നത്? അല്ല, കൃത്യമായിട്ടും അഭിഭാഷക ഈ പറയുന്ന ബാർ കൗൺസിലിന്റെ ഭാഗത്ത് നിന്നും ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് കോടതിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കോടതിയോടുള്ള ഒരു വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവിടാൻ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ഇത് തെളിയിക്കേണ്ടതെന്ന് പറയുന്നത് അവരുടെ തന്നെ ആവശ്യമായതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടോ, ഇനി ഇതാ ചോർന്നപ്പെട്ടിട്ടുണ്ടോ, ചോർത്തിയിട്ടുണ്ടോ, ആർക്കെങ്കിലും ഇതിനു മുൻപ് ഈ വാദം അങ്ങനെ കണ്ടെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈഫിനെ അവരുടെ കരിയറിനെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. കരിയറിന്റെ അപ്പുറത്തേക്കും ഒരു സെൻസേഷണലായ കേസിന്റെ പറയുന്ന ജഡ്ജ്മെന്റ് വേറൊരാൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കേസുകൾക്കാണ് അവിടെ ഒരു നീതി കിട്ടാൻ പോകുന്നത്? അവിടെ ഒരു വാലിഡിറ്റി ഇല്ലാതായി പോകും. എന്ത് തന്നെയാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന്.